Hello friends, welcome to our channel. അപ്പോൾ നമ്മൾ ഇന്ന് കമ്പയർ ചെയ്യാൻ പോകുന്നത് നമ്മുടെ സാംസങ് S23 അതുപോലെ തന്നെ Xiaomi 14 ആണ്. നിങ്ങൾക്ക് അറിയായിരിക്കും രണ്ടെണ്ണം നമ്മുടെ 50,000-ന് താഴെ വരുന്ന വൺ ഓഫ് ദി ബെസ്റ്റ് സ്മാർട്ട് ഫോണുകൾ എന്ന് വേണമെങ്കിൽ പറയാം. പ്രത്യേകിച്ച് ഞാൻ എടുത്തു പറയുന്നത് സാംസങ്ങിന്റെ S23 256GB വേരിയന്റ് ആണ്. അതാണ് ഞാൻ ആക്ച്വലി ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ആക്ച്വലി ഞാൻ അതിന്റെ S23 അൾട്ര നമുക്ക് ഓർഡർ ചെയ്തിട്ടുണ്ട്. ആക്ച്വലി വീഡിയോ പർപ്പസിന് വേണ്ടിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയായിരിക്കും നല്ലൊരു ഓഫറിലാണ് ഇപ്പോൾ ആക്ച്വലി ആമസോണിൽ കിട്ടുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ആക്ച്വലി ഓർഡർ ചെയ്തേക്കുന്നത്. അപ്പോൾ എന്തായാലും ഈ സാറ്റർഡേയോ സൺഡേ ആണ്ടാ വരുള്ളൂ. എന്ന് വെച്ചാൽ അത്യാവശ്യം കുറച്ച് ലാഗ് ഉണ്ട് ഡെലിവറി. ആമസോൺ പ്രൈം മെമ്പർ ആയിട്ട് പോലും ലാഗ് ഉണ്ട്. അത് കുറേ പേർക്ക് ഫേസ് ചെയ്യുന്നുണ്ട്. കുറേ പേർക്ക് 2 ആഴ്ചയ്ക്കാണ് ഡെലിവറി ടൈമൊക്കെ കൊടുത്തേക്കുന്നത്. അപ്പോൾ നമുക്കിതിൻ്റെ ക്യാമറ കമ്പാരിസൺ ആണെങ്കിൽ ഓവറോൾ നമുക്ക് എല്ലാത്തിൻ്റെയും കമ്പാരിസൺ ഞാൻ ജസ്റ്റ് ഒരു ഓവർവ്യൂ പോലെ പറയാട്ടോ. അപ്പോൾ നമുക്കിതിൽ മെസ്സേജ് വന്നുകൊണ്ടിരിക്കുകയാണ്. ഞാനിപ്പോൾ ഇതിൽ നമ്മുടെ നെറ്റ് ഒന്ന് ഓഫ് ചെയ്യട്ടെ, അല്ലെങ്കിൽ എങ്ങനെയാണ് ചലിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഞാൻ കുറച്ച് പോയിന്റ്സുകൾ ആക്ച്വലി ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഇത് സാംസങ്ങിൻ്റെ ടാബാണ്. അപ്പോൾ ഇതിൽ ഞാൻ ഉണ്ട്. അപ്പോൾ ഞാൻ ഇതിൽ പോയിന്റ്സുകൾ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ നോക്കുകയാണെങ്കിൽ ഫീച്ചേഴ്സിൻ്റെ കാര്യം നമുക്ക് ആദ്യം ഫീച്ചേഴ്സിൻ്റെ കാര്യം പറയാം. ഫീച്ചേഴ്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഓൾമോസ്റ്റ് രണ്ടിലും നമുക്ക് ഓൾമോസ്റ്റ് ഈക്വൽ ഫീച്ചേഴ്സുകളൊക്കെ തന്നെയാണ്. ഇപ്പോൾ Xiaomi 14 ആയിക്കോട്ടെ, അതുപോലെ തന്നെ എന്താ വെച്ചാൽ നമുക്ക് ഈ എന്താ പറയുക ഇതിൽ നമുക്ക് ആക്ച്വലി കുറേ സംഭവങ്ങൾ. ഇപ്പോൾ ഞാൻ ഒരു എക്സാമ്പിളായിട്ട് നമ്മുടെ Xiaomi 14-ൽ ബാറ്ററി സെക്ഷൻ ഒന്ന് കാണിച്ചു തരാം. ബാറ്ററി സെക്ഷനിൽ തന്നെ ഇഷ്ടം പോലെ ഫീച്ചേഴ്സുകളാണ്. അപ്പോൾ ഞാൻ ബാറ്ററി സെക്ഷൻ എടുത്തു. അത്യാവശ്യം ബാറ്ററി ബാക്കപ്പ് ഉണ്ട് കേട്ടോ, ശരിക്കും ഞാൻ പറയാം. പിന്നെ അടുത്തതിൽ പറയാം, ഇതിലുണ്ടോ ഇതിൽ ഇഷ്ടം പോലെ ഫീച്ചേഴ്സുകളാണ്. ഇപ്പോൾ ബാറ്ററി ചെക്ക്, ബാറ്ററി പ്രൊട്ടക്ഷൻ, കറണ്ട് മോഡുകൾ, അഡീഷണൽ ഫീച്ചേഴ്സ് ആയിട്ട് അതും അല്ലാണ്ട് വേറെ കുറേ സംഭവങ്ങളൊക്കെ നമുക്ക് ഇഷ്ടം പോലെ സാധനങ്ങൾ ഫീച്ചേഴ്സ് തന്നെ നമ്മൾ പറയേണ്ട ഒരു ഹൈപ്രോയ്സും. അപ്പോൾ ഫീച്ചറിൻ്റെ കാര്യത്തിൽ ആക്ച്വലി സാംസങ്ങിൻ്റെ S23 അതായത് 1UI-യും അതുപോലെ തന്നെ ഹൈപ്രോയ്സും ഓൾമോസ്റ്റ് ഈക്വൽ എന്ന് തന്നെ പറയേണ്ട ഒരു കേട്ടോ. അപ്പോൾ രണ്ടാമത് ഞാൻ നോക്കിയതൊക്കെ എന്ത് ബാറ്ററി ബാക്കപ്പ് ആക്ച്വലി Xiaomi 14-ലാണ് കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് വരുന്നത്. ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾക്ക് ഒന്നാമത് തന്നെ അറിയേണ്ടതായിരിക്കും എന്താ വെച്ചാൽ ഇതിൻ്റെ കുറച്ച് സൈസ് കൂടുതലാണ്. അപ്പോൾ ഞാൻ ഇതിൻ്റെ സൈസ് ഞാൻ കമ്പയർ ചെയ്ത് കാണിച്ചു തരാം. സാംസങ് S23-യും അതുപോലെ തന്നെ ഇതുകൊണ്ടോ ഇപ്പോൾ തന്നെ സൈസ് ഡിഫറൻസ് ഉണ്ട്. ആക്ച്വലി ഞാൻ കേസ് ഇട്ടിട്ടുണ്ട് കണ്ടു, നമ്മുടെ സ്പീക്കറിൻ്റെ കേസ് ഇട്ടിട്ടുണ്ട്. എന്നിട്ടും കൂടിയിട്ടാണ് നിങ്ങൾക്ക് സൈസ് ഡിഫറൻസ് കാണുന്നുണ്ട്. ചെറിയ ഡിഫറൻസ്. ഇത് 6.1 ആണ്, 6.35 ആണ്. അതാണ് ഡിഫറൻസ് വരുന്നത്. പക്ഷേ അതുകൊണ്ട് തന്നെ നമുക്ക് ആക്ച്വലി ബാറ്ററി ബാക്കപ്പ് കുറച്ച് കൂടുതലുണ്ട്. അപ്പോൾ ബാറ്ററിയുടെ കാര്യം പറഞ്ഞപ്പോൾ നമ്മൾ അടുത്ത് പറയാൻ പോകുന്നത് നമ്മുടെ ചാർജിങ്ങിനെ കുറിച്ച് തന്നെയാണ്. 90 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് വരുന്നുണ്ട്. ഇതിൽ നമുക്ക് 25 വാട്ടുള്ളൂ. അപ്പോൾ ഓഫ് കോഴ്സ് Xiaomi തന്നെയാണ് വിന്നർ. അതിൻ്റെ ഒരു ഗുണം എന്താ വെച്ചാൽ നമുക്ക് ആക്ച്വലി ഇത് PD ചാർജിങ് സപ്പോർട്ടാണ്. അപ്പോൾ നമുക്ക് നോർമൽ നമ്മളെങ്കിൽ സാംസങ്ങിൻ്റെ ചാർജർ ഉപയോഗിച്ചിട്ട് ഈ സാധനം ചാർജ് ചെയ്യാം. അപ്പോൾ അങ്ങനെ ഒരു എന്താ പറയുക ബെനിഫിറ്റും ഉണ്ട്. അയ്യോ ഞാൻ അത് നോട്ട് ചെയ്ത് വെച്ച് പോയല്ലോ. ഇവിടെ പോയി ഇത് സേവ് ചെയ്തില്ലെങ്കിൽ മോട്ടോ സേവ് ആവൂട്ടാ സാംസങ്ങിൻ്റെ ടാബിൽ. അങ്ങോട്ട് പോകുന്നുണ്ട്, ഞാൻ പെന്നോ ചെയ്തതാണ്. അപ്പോൾ അടുത്തത് ഫാസ്റ്റ് ചാർജ് നമ്മളത് പറഞ്ഞു. ഞാൻ അടുത്തത് പറയുന്നത് മോർ റാം ആൻഡ് ഫീച്ചറാണ്. അപ്പോൾ ഞാൻ 50,000 താഴെ പറഞ്ഞു. നമുക്ക് ആക്ച്വലി സാംസങ്ങിൻ്റെ S23 256GB വേരിയൻറ്റ് നമുക്ക് കിട്ടുന്നത് 46 രൂപയ്ക്കാണ്. Xiaomi 14 ആകുമ്പോൾ നമുക്ക് ആകെ ഒരു മോഡൽ മാത്രമേ ഉള്ളൂ. 12GB 512GB മോഡലാണ് വരുന്നത്. അപ്പോൾ ഓൾമോസ്റ്റ് ഡബിള് നമുക്ക് മെമ്മറിയും വരുന്നുണ്ട്. അതുപോലെ തന്നെ റാം ഓൾമോസ്റ്റ് നമുക്കൊരു 50% കൂടുതലും വരുന്നുണ്ട്. അപ്പോൾ അതൊരു ഹൈലൈറ്റ് തന്നെയാണ്. എനിക്ക് തോന്നുന്നത് ഈ വഴിയെ വരുന്ന ആൻഡ്രോയിഡ് അപ്ഡേറ്റിലൊന്നും എനിക്ക് തോന്നുന്നത് 8GB ഒന്നും പോരാണ്ട് വരും. അപ്പോൾ ഞാൻ ഇപ്പോൾ തന്നെ ഇതിൽ കാണിച്ചത് എൻ്റെ സാംസങ് S23 8GB വേരിയൻ്റ് ആണ്. അപ്പോൾ ഇതിൽ തന്നെ നമുക്കിപ്പോൾ ഞാൻ ഹെവി യൂസിങ്ങോ സംഭവങ്ങളൊന്നും ഇല്ല. അല്ലാണ്ട് തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ റാം യൂസേജ് കാണിച്ചു തരാം കേട്ടോ. ഇവിടെ എനിക്ക് ഈ സാധനം ഇടയ്ക്കിടയ്ക്ക് തപ്പിയാൽ കിട്ടില്ല. ഡിവൈസ് കെയറിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കാണാൻ കണ്ടോ. ഇപ്പോൾ തന്നെ നമുക്ക് 8GB 4.8GB യൂസ്ഡ് ആണ്. അതായത് 2.1GB മാത്രമേ അവൈലബിൾ ഉള്ളൂ. അതും ഞാൻ ഇതെൻ്റെ സെക്കൻഡറി ഫോണാണ്. എന്നിട്ട് പോയി ഞാൻ അപ്പോൾ അങ്ങനെ വലിയ കാര്യമായിട്ടൊന്നും ഉപയോഗിക്കാറില്ല. നമ്മുടെ കോൾസുകൾ കുറച്ചൊക്കെ എന്താ പറയുക ഓഫീസ് കോൾസുകൾ അങ്ങനത്തെ കുറച്ച് പിന്നെ വേണ്ട കുറച്ച് ആപ്പുകൾ സംഭവങ്ങളൊക്കെ മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് അങ്ങനെ ഉപയോഗിച്ചിട്ട് പോലും നമുക്ക് 2.1GB മാത്രമേ അവൈലബിൾ ഉള്ളൂ. അപ്പോൾ എന്തുകൊണ്ടും 12GB ഒരു മെയിൻ ഹൈലൈറ്റ്, പ്രത്യേകിച്ച് നമ്മൾ ഫ്യൂച്ചർ യൂസിനൊക്കെ ഉപയോഗിക്കുമ്പോൾ എന്തുകൊണ്ടും ആവശ്യകത ആയിട്ടുള്ളൊരു സാധനം തന്നെയാണ്. വെർച്വൽ റാമൊക്കെ വെറും വേസ്റ്റ് ആകാൻ തനി മാർക്കറ്റിംഗ് ടെക്നിക്കാണ്, അതൊരു കാര്യമില്ല കേട്ടോ. പിന്നെ വരുന്നതാണ് പെർഫോമൻസ്. ഗെയിമിംഗ് പെർഫോമൻസും നോർമൽ പെർഫോമൻസ് ഒക്കെ വരുമ്പോൾ സാംസങ്ങിൻ്റെ S23 വരുന്നത് നമുക്ക് Gen 2 ആണ്, 8 Gen 2, മറ്റേത് 8 Gen 3 ആണ്. അപ്പോൾ ഓഫ് കോഴ്സ് 8 Gen 3 തന്നെയാണ് എന്താ പ്രീമിയം എന്ന് പറയാൻ പറ്റില്ല, പവർഫുൾ അത് തന്നെയാണ്. അപ്പോൾ ഗെയിമിങ്ങിലായിക്കോട്ടെ എല്ലാം ആയിക്കോട്ടെ അതിന് ഗുണം വരുന്നത്. അപ്പോൾ അതിലും ആക്ച്വലി Xiaomi തന്നെ വിന്നത്. ഫിംഗർ പ്രിൻറ്റ് വരുമ്പോൾ നമുക്ക് ആക്ച്വലി സാംസങ്ങിൽ നമ്മുടെ എന്താ പറയുക അൾട്രാസോണിക് ഫിംഗർ പ്രിൻ്റാണ് വരുന്നത്. മറ്റേ നമുക്ക് നോർമൽ ഫിംഗർ പ്രിൻ്റാണ് വരുന്നത്. അത് സാംസങ് തന്നെയാണ് വിന്നർ. പിന്നെ നമുക്കൊരു ഗുണം എന്ന് വെച്ചാൽ നമുക്ക് സാംസങ്ങിൽ മാറ്റ് ഫിനിഷ് വരുന്നുണ്ട്. ഇത് ആക്ച്വലി കവറാണ് കേട്ടോ.
ഇത് നമുക്ക് ഏത് കളർ എടുത്താലും മാറ്റ് ഫിനിഷ് തന്നെ വരിക. പക്ഷേ ഇതിൽ നമുക്ക് ആക്ച്വലി ബ്ലാക്കിൽ മാത്രമേ മാറ്റ് ഫിനിഷ് ഉള്ളൂ. ഞാൻ എടുത്തേക്കുന്നത് വൈറ്റാണ്. പക്ഷേ വൈറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ആ ഫിംഗർ പ്രിന്റ് അങ്ങനെ കാണുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ നമുക്ക് വരുന്നത് ട്രാൻസ്ഫർ സ്പീഡാണ്. ഷവോമിക്കാണ് ആക്ച്വലി ട്രാൻസ്ഫർ സ്പീഡ് കൂടുതൽ വരുന്നത്. നമുക്ക് SSD ഡയറക്റ്റ് കണക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ട്രാൻസ്ഫറിങ് സംഭവങ്ങളൊക്കെ ചെയ്യാം. ഞാൻ ആക്ച്വലി സാംസങ്ങിൻ്റെ SSD അതിന് ഉപയോഗിക്കുന്നത് T9 T7 ഫിംഗർ പ്രിന്റ് വരുന്നത്. T7 ആണോ T9 ആണോ എനിക്ക് ഓർമ്മയില്ല കറക്റ്റായിട്ട്. 2-3 എണ്ണിലുണ്ട് കേട്ടോ. അതുപോലെ തന്നെ എന്താ പറയുക കേസറിൻ്റെ ഉണ്ട്. പിന്നെ എന്താ പറയുക ഈ ഒരു ബ്രാൻഡ്, ഇത് നമ്മുടെ ഇന്ത്യൻ ബ്രാൻഡാണ്, ഞാൻ മറന്നുപോയി, EVM. ഇതിൻ്റെ ഒരു പെൻഡ്രൈവാണ്, ടൈപ്പ് C പെൻഡ്രൈവ്. ഇതിൻ്റെ തന്നെ എനിക്ക് SSD ഉണ്ട്. ഞാൻ മുമ്പ് നമ്മുടെ വീഡിയോയിലൊക്കെ അൺബോക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതും ആക്ച്വലി ഷവോമി തന്നെ വിന്നർ വരുന്നത്. മന്ത്ലി അപ്ഡേറ്റ്സിൻ്റെ കാര്യത്തിൽ S23 ആണ്. എല്ലാ മാസവും നമുക്ക് അപ്ഡേറ്റ് വരും. ഷവോമിയിലാകുമ്പോൾ എല്ലാ 2 മാസത്തെ മാത്രമേ വരുള്ളൂ. അതുപോലെ തന്നെ വരുമ്പോൾ നമുക്ക് ഇനി സൗണ്ടിൻ്റെ കാര്യത്തിലും സൗണ്ട് ഔട്ട്പുട്ടിൻ്റെ കാര്യത്തിലും നമുക്ക് ആക്ച്വലി ഷവോമി തന്നെയാണ് ചെറുതായിട്ടൊന്ന് മുന്നിൽ നിൽക്കുന്നത്. ഷവോമിയുടെ എന്താ പറയുക സൗണ്ട് ഔട്ട്പുട്ടാണ് കുറച്ചും കൂടി ബെറ്റർ. അതുപോലെ തന്നെ കുറച്ചും കൂടി ക്ലിയറും കുറച്ചും കൂടി ലൗഡ് കിട്ടാം. പിന്നെ വരുമ്പോൾ വീഡിയോ വ്യൂയിങ് എക്സ്പീരിയൻസും നമ്മുടെ ഷവോമി 14 തന്നെയാണെന്ന് വെച്ചാൽ ഡിസ്പ്ലേ കൂടുതലുണ്ട്. ഡിസ്പ്ലേയുടെ തന്നെ സ്ക്രീൻ റേഷ്യോ കൂടുതലുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വീഡിയോ വ്യൂയിങ് എക്സ്പീരിയൻസ് കൂടുതലാണ് കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് കോളിംഗ് ഫീച്ചേഴ്സും അതുപോലെ തന്നെ 5G റിസപ്ഷൻസും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഓൾമോസ്റ്റ് സിമിലർ തന്നെയാണ്. പക്ഷേ നമുക്ക് സാംസങ്ങിൽ ഒരു ബെനിഫിറ്റ് എന്ന് വെച്ചാൽ നമുക്ക് ഓട്ടോ കോൾ റെക്കോർഡിംഗ് സംഭവം അതൊക്കെ അങ്ങനത്തെ ഫീച്ചേഴ്സൊക്കെ നമുക്ക് എക്സ്ട്രാ വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഷവോമി 14 ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് Wi-Fi 7 വരുന്നുണ്ട്. പറയുമ്പോൾ നമുക്ക് Wi-Fi 7 മോഡമോ റൂട്ടറോ സംഭവം അവൈലബിൾ അല്ല. പക്ഷേ Wi-Fi 7 സപ്പോർട്ട് അതിൽ വരുന്നുണ്ട്. നമുക്കിതിൽ Wi-Fi 7 വരുന്നില്ല. റിസപ്ഷൻ്റെ കാര്യം ആയിക്കോട്ടെ ബാക്കിയെല്ലാം ഓൾമോസ്റ്റ് സിമിലർ തന്നെയാണ്. സ്പീഡ് ടെസ്റ്റ് ചെയ്താലും നമുക്ക് ഓൾമോസ്റ്റ് സിമിലർ തന്നെയാണ് വരിക. അപ്പോൾ അതിൽ വലിയ ഡിഫറൻസുകളൊന്നുമില്ല. ഇനി നമുക്ക് മെയിനായിട്ട് പറയുന്നത് നമ്മുടെ ബാറ്ററി ബാക്കപ്പും നമ്മുടെ ഷവോമി 14 തന്നെയാണ്. അതിൽ കുറച്ച് മുമ്പ് പറഞ്ഞിരിക്കുന്നു ബാറ്ററി ബാക്കപ്പ് കുറച്ചുകൂടി കൂടുതൽ വരുന്നത് ഷവോമി തന്നെയാണ് കേട്ടോ. ഇനി വരുമ്പോഴാണ് നമ്മുടെ ക്യാമറ പെർഫോമൻസിൽ വരുന്നത്. അപ്പോൾ ഇത് ഞാൻ ആക്ച്വലി ഷോർട്ട് റിവ്യൂ പോലെ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ. കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നതിൽ ഏതിലാണ് ബെറ്റർ സൂമിങ് കപ്പാസിറ്റി വരുന്നത്. ഞാനത് ആക്ച്വലി ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ അതെന്തായാലും വീഡിയോൻ്റെ എൻഡിൽ കൊടുക്കാം കേട്ടോ ഫോട്ടോസുകൾ. ഞാൻ ആക്ച്വലി ഗൂഗിൾ ഡ്രൈവ് കൊടുക്കാനാണ് നോക്കിയത്. പക്ഷേ എൻ്റെ ഗൂഗിൾ ഡ്രൈവ് ഫുള്ളായി. അപ്പോൾ ഇനി വേറെ ഉണ്ടാക്കണം. അപ്പോൾ ഞാനിപ്പോൾ എക്സാമ്പിളായിട്ട് കാണിച്ചു തരാം. ഇത് ഞാൻ ഇതിൻ്റെ സ്ക്രീൻ റൈറ്റ് ഓർക്കാം. ഇത് ഞാൻ കാണിക്കാം ഇവിടെ. ഇത് ആക്ച്വലി ഇതാണ് നമ്മുടെ 1x ഫോട്ടോ. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യും, ഞാൻ ആക്ച്വലി നമ്മുടെ സ്ക്രീനിൽ തന്നെ കാണിക്കാം. നമുക്കിപ്പോൾ സ്ക്രീനിൽ ഞാൻ കാണുന്നതായിരിക്കും. അപ്പോൾ ഞാൻ സ്ക്രീനിൽ തന്നെ കാണിക്കാം. രണ്ടെണ്ണത്തിൽ ഞാൻ സെയിം ഫോട്ടോസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ രണ്ടെണ്ണത്തിലും കാണിച്ചു തരാം. സെയിം ഫോട്ടോസ് ഞാൻ എടുത്തിട്ടുണ്ട്. ഞാൻ ഈ നമ്മുടെ എന്താ പറയുക സാംസങ്ങിൽ ഞാനൊരു മാറ്റ് ഫിനിഷിൻ്റെ ഇതാണ് ഒട്ടിച്ചേക്കുന്നത് കേട്ടോ. അതായത് സ്ക്രീൻ കാർഡ് ഒട്ടിച്ചേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചെറിയൊരു കളർ ഡിഫറൻസ് ഉണ്ടായിരിക്കും. കളർ ഡിഫറൻസ് അല്ല, ഒരു കളർ മങ്ങലുണ്ടായിരിക്കും. മാറ്റ് ഫിനിഷ് വരുമ്പോൾ പറയായിരിക്കില്ല. അപ്പോൾ ഇതാണ് സെയിം. ഞാൻ സ്ക്രീൻ ബ്രൈറ്റ്നസ് ഒന്ന് കുറയ്ക്കാം. സെയിം ഫോട്ടോ ഉണ്ടോ? രണ്ടിലും അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെ വരുന്നുണ്ട്. പക്ഷേ നിങ്ങൾക്ക് അറിയായിരിക്കും ആകെ ഡൈനാമിക് റേഞ്ചും അതുപോലെ തന്നെ കളർ ചേഞ്ചസൊക്കെ അത്യാവശ്യം നല്ല ഡിഫറൻസ് വരുന്നുണ്ട്. ഷവോമിയിൽ കുറച്ചും കൂടിയും എന്താ പറയുക ഒരു കോൺട്രാസ്റ്റ് കൂടുതലായിട്ടുള്ളൊരു കളറാണ്. ഇതിലാകുമ്പോൾ നമുക്ക് എന്താ പറയുക ഒരു സോഷ്യൽ മീഡിയ റെഡി നിങ്ങൾക്ക് അറിയായിരിക്കും സാംസങ്ങിൻ്റെ സ്ഥിരം പരിപാടിയാണ്. അപ്പോൾ അടുത്ത് വരുന്നത് നമുക്ക് ഇനി ഇത് എത്രയാണ് 2x ആണ്. ഇതാണ് നമ്മുടെ 2x വരുന്നുണ്ടോ. ഇതൊക്കെ ഞാൻ അവിടെ കാണിക്കാം കേട്ടോ. അടുത്ത് വരുമ്പോൾ 3x ആണ്. അതൊക്കെ 3x വരെ നമുക്ക് ഇതിൽ രണ്ടെണ്ണത്തിൽ നമുക്ക് 3x സപ്പോർട്ട് വരുന്നുണ്ട്. ഇനി അടുത്ത് ഞാൻ എടുത്ത് നോക്കിയത് 7x ആണ്. 7xൽ നല്ല ക്വാളിറ്റി കിട്ടുന്നുണ്ട്. അതൊക്കെ ഞാൻ അവിടെ കാണിക്കാം കേട്ടോ. 10x ആയാലും ഓൾമോസ്റ്റ് നല്ല ക്വാളിറ്റി കിട്ടുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ ഇവിടെ കാണിക്കാം കേട്ടോ. അപ്പോൾ ക്യാമറയിലും രണ്ടും ഓൾമോസ്റ്റ് ഈക്വൽ തന്നെ വേണമെങ്കിൽ പറയാം. ചെറിയൊരു സ്ലൈറ്റ് ബെനിഫിറ്റ് നമുക്ക് ലൈക്ക പാർട്ട്ണർഷിപ്പ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് കുറേ ഫിൽറ്റേഴ്സും സംഭവങ്ങളൊക്കെ സാംസങ്ങിലും ഇഷ്ടം പോലെ ഫീച്ചേഴ്സ്. അപ്പോൾ രണ്ടും ഓൾമോസ്റ്റ് 50,000 താഴെ ബെസ്റ്റ് ക്യാമറ തന്നെ പറയേണ്ടി വരും. സൂമിൻ്റെ കാര്യത്തിലും രണ്ടും ഓൾമോസ്റ്റ് സിമിലർ തന്നെയാണ് കേട്ടോ. വലിയ ഡിഫറൻസ് ഒന്നും തോന്നിയില്ല. ഇപ്പോൾ എന്താ പറയുക വീഡിയോയിലായിക്കോട്ടെ സാംസങ്ങിലായിക്കോട്ടെ നിങ്ങൾക്ക് നോർമൽ യൂസുകൾക്കോ അല്ലെങ്കിൽ വ്ളോഗിങ്ങിനായിക്കോട്ടെ രണ്ടും ഓൾമോസ്റ്റ് സിമിലർ തന്നെയാണ്. സെൽഫി ക്യാമറ സാംസങ്ങിൻ്റെയാണ് കുറച്ചുകൂടി ബെറ്റർ കേട്ടോ. നമ്മുടെ ഷവോമിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് ബെറ്റർ. വലിയ കാര്യമുള്ള ബെറ്റർ ഞാൻ വേണമെങ്കിൽ ഇപ്പോൾ തന്നെ എടുത്ത് കാണിച്ചു തരാം. ഇപ്പോൾ ഞാൻ ഷവോമിയിൽ ഒരു സെൽഫി ഫോട്ടോ ഞാൻ ഇപ്പോൾ നമ്മുടെ ഈ ലൈറ്റിങ്ങിൽ ഞാൻ ആക്ച്വലി ഒരു ലൈറ്റ് മാത്രമേ ഇട്ടുള്ളൂ. ഒരു എന്താ പറയുക ഒരു സ്റ്റുഡിയോ ലൈറ്റ് മാത്രമേ ഇട്ടുള്ളൂ. അപ്പോൾ ഇതിൽ ഞാൻ 1x തന്നെ ഇപ്പോൾ ഒരു ഫോട്ടോ എടുത്ത് കാണിച്ചു തരാം കേട്ടോ. ഇതിൽ ചിലപ്പോൾ അപ്പോൾ ഞാൻ ഷവോമിയിൽ എടുത്തു ഫോട്ടോ. ഇനി നമുക്ക് സാംസങ്ങിൽ എടുക്കാം.
സാംസങ്ങിൽ നമ്മുടെ ഫ്രണ്ട് ക്യാമറയിലും നൈറ്റ് മോഡ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അത് ഓട്ടോമാറ്റിക്കലി ഡിറ്റക്ട് ചെയ്യും. ഞാൻ ഇതിൻ്റെയും ഓട്ടോ നോക്കട്ടെ ഫ്ലാഷ്. ഇത് ആക്ച്വലി ഫ്ലാഷ് വന്നില്ല കേട്ടോ, അതിൽ ഫ്ലാഷ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ സാംസങ്ങിൻ്റെ ഇമേജ് കാണിച്ചു തരാം. കണ്ടോ കീറ്റിലൻ, കണ്ടോ കീറ്റിലൻ സാധനം അത്യാവശ്യം കുഴപ്പമില്ലാത്ത ക്വാളിറ്റി വരുന്നുണ്ട്. കേട്ടോ ഇനി ഞാൻ അപ്പോൾ അതിൽ കാണിച്ചു തരാം. ഇതിലും ആ ഫ്ലാഷ് വന്നതിൻ്റെ ഒരു ലൈറ്റ് കൂടുതലുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷേ ക്വാളിറ്റി കുഴപ്പമില്ലാത്ത ക്വാളിറ്റി ഉണ്ട്, അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട്. ഇതും രണ്ടും ഓൾമോസ്റ്റ് സിമിലർ തന്നെയാണ്. വീഡിയോ പെർഫോമൻസ് അത് ഞാൻ പറഞ്ഞത് നമ്മുടെ സാംസങ് സെൽഫി ക്യാമറയിൽ കുറച്ച് ബെറ്ററാണ്, പ്രത്യേകിച്ച് സ്റ്റെബിലൈസേഷനിലൊക്കെ കുറച്ച് ബെറ്ററാണ് കേട്ടോ. അപ്പോൾ ഓവറോൾ നോക്കുകയാണെങ്കിൽ രണ്ടും കിടിലൻ തന്നെയാണ്. പക്ഷേ നമ്മൾ പ്രൈസ് കമ്പയർ ചെയ്യുമ്പോൾ സാംസങ്ങിൻ്റെയാണ് കുറച്ച് കുറവ്, 2000-3000 കുറവ്. പക്ഷേ അത് നോക്കിയിട്ട് നമുക്ക് ആക്ച്വലി കാര്യമില്ല. എന്ന് വെച്ചാൽ നമുക്കിതിൽ അതിൻ്റെ ഡബിൾ സ്പേസും കിട്ടുന്നുണ്ട്, റാമും കിട്ടുന്നുണ്ട്, പിന്നെന്താ കിട്ടുന്നത് എക്സ്ട്രാ ആയിട്ട് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ബാറ്ററി ബാക്കപ്പ് കുറച്ച് കൂടുതൽ കിട്ടുന്നുണ്ട്. അപ്പം അങ്ങനെ കുറച്ച് സംഭവങ്ങൾ നമുക്ക് കിട്ടുന്നുണ്ട്. ഒരു കോമ്പാക്ട് ഫോണും ഇത് ആക്ച്വലി ഭയങ്കര കോമ്പാക്ട് 6.1 സൈസുള്ളൂ. ഇതാവുമ്പോൾ നമുക്ക് 6.35 ഓൾമോസ്റ്റ് നമ്മുടെ ഒരു വലിയ ഫോണിൻ്റെയും ചെറിയ ഫോണിൻ്റെയും നടുവിലായിട്ട് വരും. പിന്നെ റീസെൽ വാല്യൂ ഓഫ് കോഴ്സ് സാംസങ് ആയിരിക്കും കൂടുതൽ. ഷോമിക്ക് എന്തായാലും ഈ റേഞ്ചിലത്തെ ഷോമി ഫോണൊന്നും എനിക്ക് തോന്നുന്നില്ല റീസെൽ വാല്യൂ ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ ഒരു ഡൗൺ സൈഡ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ഞാൻ പറഞ്ഞല്ലോ ഇത് നമുക്ക് 3.2 ആണ് വരുന്നത്. നമുക്കിത് മോണിറ്ററിലൊക്കെ കണക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഓവറോൾ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ പ്രത്യേകിച്ച് എനിക്ക് വൈറ്റ് കളർ ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ബിൽഡ് ക്വാളിറ്റി ഒക്കെ രണ്ടും സിമിലർ ആണ്, രണ്ടും പ്രീമിയം ബിൽഡ് ക്വാളിറ്റി തന്നെയാണ്, ഒരു പ്രോബ്ലം ഇല്ല. രണ്ടിലും ഇതിൽ വിക്ടേഴ്സ് തന്നെയാണ് വരുന്നത്. ഞാൻ അന്നോടത്തിലും സ്ക്രീൻ ഗാർഡ് ഇട്ടിട്ടുണ്ട്, പക്ഷേ ടെമ്പർ ഗ്ലാസ് അല്ലാട്ടോ സ്ക്രീൻ ഗാർഡ് ഇട്ടിട്ടുണ്ട്. ഇതിൽ നോർമലി ഇൻബിൽഡായിട്ട് സ്ക്രീൻ ഗാർഡ് ഉണ്ടായിരുന്നു, അപ്പോൾ അത് ഞാൻ പറയാൻ പോയില്ല. ഇതിൽ ഞാൻ ആക്ച്വലി ഒരു മാറ്റ് ഫിനിഷിൻ്റെ ഒരു സ്ക്രീൻ ഗാർഡ് ഒട്ടിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് കാണുന്നുണ്ടെന്ന് ചെയ്യുന്നുണ്ടോ. അപ്പോൾ രണ്ടും ടോപ്പ് നോച്ച് തന്നെയാണ്. അപ്പോൾ രണ്ടും നിങ്ങൾക്ക് ആക്ച്വലി പ്രിഫർ ചെയ്യാവുന്നതാണ്. കുറച്ചും കൂടെ ഒരു ഫ്യൂച്ചർ സെൻട്രിക് ആയിട്ട് നോക്കുകയാണെങ്കിൽ ഞാൻ പറയുകയാണെങ്കിൽ ഷാമി 14 നല്ലതെന്ന് വെച്ചാൽ റാമും മെമ്മറിയും ഒരു മെയിൻ പോയിന്റ് തന്നെയാണ്. ഇതിനും ആക്ച്വലി രണ്ടെണ്ണത്തിനും ആക്ച്വലി 4 years ഓഫ് അപ്ഡേറ്റ് നമുക്ക് കിട്ടും. പക്ഷേ അപ്ഡേറ്റിൻ്റെ കാര്യത്തിൽ പ്രോംപ്റ്റും ഫാസ്റ്റും ക്വിക്കും സംഭവങ്ങളൊക്കെ സാംസങ് തന്നെയാണ് കേട്ടോ. പക്ഷേ 8GB റാമുള്ളൂ, അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. 8GB റാം എന്തായാലും എനിക്ക് തോന്നുന്ന ഒരു 1.5 കൊല്ലം കഴിയുമ്പോൾ ലാഗ് ആവാൻ സാധ്യതയുണ്ട്. ഇപ്പം തന്നെ ഞാൻ കാണിച്ചിരുന്നില്ലേ 2GB ഒക്കെ ഫ്രീ ഉള്ളൂ 8GB. അപ്പോൾ നിങ്ങൾ അത്യാവശ്യം ഗെയിമും അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ ഇൻസ്റ്റാൾ ചെയ്തിട്ട് മൾട്ടി ടാസ്കിങ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്ന ശോകം വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു പ്രോബ്ലം ഇതിലുണ്ട്. 8GB റാമൊക്കെ ഇപ്പം ഭയങ്കര മിനിമമാണ്. അപ്പോൾ അതാണ് ഒരു ഇഷ്യൂ വരുന്നത്. ബാക്കൊക്കെ ഓൾമോസ്റ്റ് ഈക്വൽ തന്നെയാണ് പെർഫോമൻസ് വൈസും. പറയുമ്പോൾ സ്നാപ്ഡ്രാഗൺ Gen 2 ആണ്, മറ്റൊന്നിൽ സാംസങ് Gen 3 ആണ്. അപ്പോൾ അവിടെയും ഒരു 14 നമുക്കൊരു മുൻഗണന കിട്ടുന്നുണ്ടെന്ന് വെച്ചാൽ ലേറ്റസ്റ്റ് ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി കാലം ഉപയോഗിക്കാം, അങ്ങനെ ഒരു ഗുണം കൂടി ഉണ്ട്. രണ്ടും പക്ഷേ ടോപ്പ് തന്നെയാണ്. രണ്ടിൽ നമുക്ക് ഷോമിയിലാകുമ്പോൾ നമുക്ക് ഒരു 20 lakhs ഗീക്ക് ബെഞ്ച് കിട്ടും. മറ്റേ നമുക്ക് ഓൾമോസ്റ്റ് ഒരു 15 താഴെ ഗീക്ക് ബെഞ്ച് കിട്ടും. അപ്പോൾ ഓൾമോസ്റ്റ് വലിയ കുഴപ്പമില്ലാത്ത പെർഫോമൻസ് ഒക്കെ തന്നെ സംഭവങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. നമ്മുടെ 2 ചാനൽസ് കാണാൻ കണ്ടു നോക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് നമ്മൾക്കൊന്ന് ഷെയർ ചെയ്യുക. എന്തായാലും സംശയം കാര്യങ്ങളൊക്കെ കമൻറ്റ് ചെയ്താൽ മതി. നമ്മളെല്ലാ കമൻറ്റ് റിപ്ലൈ ആണ്. അടുത്ത വീഡിയോ കാണാം. ബൈ.